സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് മച്ചാമാരെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഓൾറെഡി ചെയ്യാൻ പോകുന്നത് നമ്മുടെ സിൽവസ്റ്ററിന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് എങ്ങനെ ഉണ്ടാവും നോക്കാം. നിങ്ങൾ ആരും എടുത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. എന്തായാലും മച്ചാമാരെ നിങ്ങൾക്ക് LB ആയിട്ട് 50 രൂപേൻ്റെ എന്തായാലും നിങ്ങൾക്ക് വെർത്ത് ചെയ്തിട്ടുള്ള ഒരു പാക്ക് ആയിരിക്കും. എന്തായാലും നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ് ഈ ഒരു പാക്ക് എങ്ങനെ ഉണ്ടെന്ന്. അതുപോലെ തന്നെ മച്ചാമാരെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇന്ന് മാറിയിട്ടുണ്ട് ഓൾറെഡി ഗൈസ്. ഞാൻ നോക്കുമ്പോൾ ലൈറ്റ് ഓൾറെഡി റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയതുകൊണ്ടാണ് ഓൾറെഡി മച്ചാമാരെ നമ്മുടെ വീഡിയോയുടെ ടൈം ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ എന്തായാലും പരമാവധി ഞാൻ പെട്ടെന്ന് തന്നെ എല്ലാം ഇറക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ചാനൽ ഇനി മുതൽ നമ്മൾ വേറെ വീഡിയോകളും വരുന്നുണ്ട്. അപ്പോൾ റിയൽ സഞ്ജുവിൽ പിന്നെ നമ്മൾ രാവിലെ ഡെയിലി വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഈ ഒരു കാർഡ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം സിൽവസ്റ്റർ. അപ്പോൾ നിങ്ങളാരും എടുത്തതിനുണ്ട് ഉറപ്പായിട്ട് ഇപ്പം തന്നെ കമന്റ് ചെയ്യുക. അപ്പോൾ മച്ചാമാരെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക മച്ചാമാരെ. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു കാർഡ് എനിക്ക് തോന്നുന്നു 50 രൂപേൻ്റെ ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി F2P പ്ലെയർ ആണ്. അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയിൻ മോറിൻഹോൻ്റെ ആകുമ്പോൾ കോയിൻ നമുക്ക് ഫ്രീ ഉണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയിപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യാൻ നമ്മുടെ യമാലിൻ്റെയും മെസ്സിയുടെ അംബാസഡർ പാക്ക് കിട്ടിയാൽ അതും ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മുടെ ഓപ്പോണൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാം സെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം സ്കോളേഴ്സ് തന്നൊന്നും അവരുടെ ടീമിലുള്ള ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓപ്പോണൻറ്റ് ഗൈസ്. അപ്പോൾ ക്രൈഫാണ്, സണ്ണുണ്ട്, ബിഗ് ടൈം മെസ്സി ഉണ്ട്, പിന്നെ കവാനി ഉണ്ട് ഗൈസ്. അപ്പോൾ വാൻഡിജിക്ക് നമ്മുടെ സിൽവസ്റ്റർ ഒരു കോംബോയാണ് നമ്മുടെ മച്ചാൻ ഇട്ടിരിക്കുന്ന ഓപ്പോണൻറ്റ്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഈ ഒരു ഓപ്പോണൻറ്റ് എങ്ങനെയുണ്ട്. അതുപോലെ നമ്മുടെ ഡിഫൻസ് പൊട്ടുപോകും ഗൈസ്. ഓൾറെഡി നിങ്ങൾക്ക് കോർണറും പിന്നെ ഫ്രീ ഒക്കെ സെറ്റ് ആയാൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം മച്ചാൻ. ഓൾറെഡി നമ്മൾ എന്താ പറയുക ഫസ്റ്റ് ഹാഫ് നമുക്ക് നമ്മുടെ മറഡോണയെ തന്നെ ഇറക്കാം. പിന്നെ കഴിഞ്ഞ മാച്ചിൽ നമുക്ക് റോഡ്രി ഇതായിരുന്നു. ഇപ്രാവശ്യം ഫോമൗട്ട് അല്ല തോന്നുന്നു, എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം സെറ്റായി തോന്നുന്നു. അപ്പോൾ എന്തായാലും ഗൈസ് നിങ്ങൾക്ക് ഡിഫൻസ് ഒക്കെ സെറ്റാകും കമൻറ്റ് ചെയ്യാം ഗൈസ്. ഇപ്പോൾ നമുക്ക് നല്ല വെട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ റെഡി. അത് ഞാൻ ഓൾറെഡി ലൈറ്റിന് ഇങ്ങോട്ട് ഇരുന്നു ഗൈസ്. അപ്പോൾ ഇതാണ് തുറക്കുമ്പോൾ ഗൈസ്. ഓൾറെഡി ഇതിൽ കസ്റ്റം സ്റ്റേഡിയം മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ നമ്മുടെ. എടാ ഇത് ഓപ്പോണൻ്റെ പേര് വല്ലാത്ത പേരാണല്ലോ ഗൈസ്. അപ്പോൾ ഈ നമ്മുടെ സബ്സ്ക്രൈബർ ആരെങ്കിലും ആണോ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. എന്തായാലും നമുക്ക് നോക്കി നോക്കാം, പറയാൻ പറ്റില്ല ഗൈസ്. അപ്പോൾ അവരുടെയാണ് ഫസ്റ്റ് ടച്ച് കേട്ടോ. കവാനി ടു സിഡോർഫ് ടു ടോണി ആഡംസ്, ബെല്ലറ്റി, നമ്മുടെ മെസ്സി ഗൈസ്. ഇത് ഷോർട്ട് ടൈം മെസ്സി കേട്ടോ ഗൈസ്. ഇപ്പോൾ വന്ന് അല്ല ഷോർട്ട് ടൈം അല്ല ബിഗ് ടൈം സ്കോളേഴ്സ്. എവിടെ അറ്റാക്ക് ആരെങ്കിലും നല്ലൊരു കിട്ടിലും ഷോട്ട് ഫസ്റ്റ് തന്നെ ഇപ്പം വല കയറിയത് ഗൈസ്. ബെല്ലിംഗം, ഗ്രീസ്മാൻ ഗൈസ്. ഓൾറെഡി എന്താ അറിയോ എനിക്ക് ചില മാച്ച് ഇത് സെറ്റ് ആവുന്നില്ല, ചില മാച്ച് റെഡി ആവുന്നില്ല. അത് ഈ ഡിഫൻസ് നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട്, പിന്നെ മാച്ചപ്പ് ഒന്നും വർക്കാവുന്നില്ല. ചില മാച്ചുകൾ കുഴപ്പമില്ല. കാഫു എടുത്തിട്ടുണ്ട്, ഗ്രീസ്മാൻ. അപ്പം ഗൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സെറ്റ് ആയി ജസ്റ്റ് കമൻറ്റ് ചെയ്യുക ഗൈസ്. കഴിഞ്ഞ ദിവസം ഞാനൊരു മാച്ച് എടുത്തു. പിന്നെ ഞാൻ ഓൾറെഡി ഗൈസ് ആ ഒരു മാച്ചിൽ നമ്മൾ 5-2 ജയിച്ചു. പക്ഷെ ഓൾറെഡി അത് ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാത്ത. അപ്പോൾ എന്തായാലും നമ്മളിനി ഓൾറെഡി നിങ്ങൾക്ക് ഇന്ന് പാക്ക് ആരൊക്കെയും കിട്ടിയവരുടെ കമൻറ്റ് കേട്ടോ. നമ്മുടെ ലാംബാർഡോ അല്ലെങ്കിൽ ട്രോപ്പയോ അതൊക്കെ നല്ല കാർഡുകളാണ്. ഓൾറെഡി ആർക്കെങ്കിലും ഫസ്റ്റ് ഡേ കിട്ടിയവരുടെ കമൻറ്റ് ചെയ്യാം ഗൈസ്. അപ്പം നമുക്ക് നോക്കി നോക്കാം. കവാനി ആ ഒരു ഇതാട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് 4 ലൈൻ ഗൈസ്. ഈ ഒരു കാർഡൊക്കെ കിടിലൻ കാർഡായിട്ടുണ്ട്. ഒന്നാമത് ഈ അപ്ഡേറ്റിന് ശേഷം ഈ 4 ലൈനൊക്കെ പറപ്പിക്കാൻ അടിയാണ് സുവാരസും ഗൈസ്. അപ്പം മെസ്സി നോക്കട്ടെ സ്കോളേഴ്സിൻ്റെ ഒരു ഷോട്ട്. ഗൈസ് ഒരു അടിപൊളി ഷോട്ട്. ഇപ്പം തന്നെ മിക്കവാറും അടുത്ത പണിയായത് മച്ചവരുടെ ഒരു അടിപൊളി ഷോട്ട് കിട്ടും. കറക്റ്റൊരു ഗോളി ഗൈസ്. ഓൾറെഡി നമ്മൾ മാനുവലിനോടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് ഗോളി യൂസ് ചെയ്ത് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം മച്ചവർ. ഇപ്പോൾ കോർണർ സെറ്റായിട്ടോ, അല്ല കോർണറല്ല ഫ്രീ കിക്ക് റെഡിയായി. കോർണർ ഏകദേശം ഒരു ഇതിലെത്തിയിട്ടുണ്ട്, കാരണം സെറ്റായി വരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ ഫ്രീ കിക്ക് ആണെങ്കിൽ ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ. ഓക്കെ ഗ്രീസ്മാൻ ഒരു പാസ് സുവാരസ് മാൻഡിജിക്ക്. ഇത് ബിഗ് ടൈം മാൻഡിജിക്ക് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സീച്ച് നല്ല കാർഡ് തന്നെയാണ്. സ്കോളേഴ്സ് മിസ്പാസ് ആവുന്നുണ്ടല്ലോ ഗൈസ്. ബെക്കംബർ ഈ സ്കോളേഴ്സ് ഇവിടെ പണിയാണല്ലോ ഗൈസ്. ഓൾറെഡി ഈ സ്കോളേഴ്സും ഈ ഡ്രാഗണൊക്കെ ഇപ്പം അടിച്ച് കയറി വരുന്നുണ്ട്. ഓക്കെ കവാനി ആടാ അടിച്ച് ഗൈസ്. അപ്പോൾ അവന്മാരൊരു അടിച്ചിട്ടുണ്ട്. ആദ്യം തന്നെ പോക്കറ്റൊക്കെ പൊട്ടിച്ച് 25-ാം മിനിറ്റിൽ നമ്മുടെ ഓപ്പോണൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് തിരിച്ചടിക്കാൻ നോക്കണം. അവരാണ് ഫസ്റ്റ് അടിച്ചു തുടങ്ങി. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് നമ്മുടെ സുവാരസിനെ വെച്ചിട്ട് കളി പിടിപ്പിക്കാം. മെസ്സി, കഫു ഗൈസ്. ഓൾറെഡി എനിക്ക് സണ്ണിൻ്റെ കാർഡൊന്നും ഇല്ല കേട്ടോ. ഗോഡ്വേ അവിടെ നല്ലൊരു പാസ് കിട്ടിയിട്ടുണ്ട്. ഈ മാൻഡിജിക്കാണ് കയറി വന്നിട്ട് അടിക്കാനും സമ്മതിക്കുന്നില്ല ഗൈസ്. കവാനി എടുക്കണേ. ഓക്കെ എടുത്തിട്ടുണ്ട്. ബെക്കംബർ, ടോണി ആഡംസ്. ഓക്കെ നൈസ്. എടാ പണി പാളിയോ. എടുക്കണേ. അടുത്ത ഷോട്ട്. ഗൈസ് ഇത് സൈഡിൽ കൂടെ പോയി എനിക്ക് തോന്നുന്നു ഓപ്പോണൻറ്റ് വിചാരിച്ചിട്ടുണ്ടാവും അത് അടിക്കാൻ പറ്റുമെന്ന്. അതായിരിക്കും പെട്ടെന്നുള്ള കറവിൽ സംഭവം കയറിയില്ല, അല്ലേ നമ്മളിപ്പോൾ പണിയാനും. പക്ഷെ കുഴപ്പമില്ല ഗൈസ്, ടൈം ഉണ്ട്. അതിനുള്ളിൽ അടിച്ച് നന്നാക്കി അടിക്കണം. മാനുവൽ ടു നമുക്ക് നോക്കി വെക്കാം. സുവാരസ്. ഓക്കെ മെസ്സി
കഫു അവിടെ ടോണി ആഡംസ് ഒരു ത്രോ പാസ്. ഓക്കെ സാബി വരണമെന്ന് ഒരു പാസ്. ഓക്കെ ഗ്രീസ്മാൻ ഓടി വന്നില്ല കൈസ്, അല്ല നല്ലൊരു ചാൻസ് കിട്ടേണ്ടായിരുന്നു സ്കോളസ്. പിന്നെ മെസ്സി കൈസ് എനിക്ക് തോന്നുന്നു സിൽവസ്റ്റർ ഇതുവരെ നമുക്ക് കിട്ടിയില്ല, കാരണം നമ്മളങ്ങോട്ട് ബോളും കൊണ്ട് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എങ്ങനെ ഉണ്ടാവുന്നു കൈസ്. അപ്പോൾ ഡിഫെൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കൈസ് ഓൾറെഡി നമ്മൾ ഇനിയിപ്പോൾ വരുന്ന മാച്ചുകളിൽ ബാക്കിയുള്ള അംബാസഡർ പാക്കും കൂടെ ഇറക്കാം. അപ്പോൾ നിങ്ങളാരെങ്കിലും മെസ്സിയോ യമാനൊക്കെ എടുത്തിട്ടുണ്ട് കമൻറ്റ് ചെയ്യുക. ഓക്കെ കഫു നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. മെസ്സി എടാ സിൽവസ്റ്റർ എടാ ഈ ഗോളി മച്ചാനടാ എനിക്ക് തോന്നുന്നത് അറിയാം സിൽവസ്റ്റർ ടൈറ്റ് മാർക്കറ്റിംഗ് ആണ് കേട്ടോ. കയറി വരുന്നുണ്ട് കാർഡ്. ഓക്കെ നല്ലൊരു ചാൻസ്. ടാക്ലിംഗ് പരിപാടിയാണ് ആശാൻ. വെല്ലിംഗാം അടിച്ചോ വെല്ലിംഗാം അടി. എടാ ഈ സ്കോളസ് മനുഷ്യനെ ടൈറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ. സ്കോളസും അനങ്ങുന്നില്ല പൊസിഷനിൽ, അവൻ അവിടെ നിന്ന് തന്നെ കറക്റ്റ് പിടിക്കാൻ നോക്കുക ഗൈസ്. അപ്പോൾ ഹാഫ് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഓപ്പോണൻറ്റ് വല്ലാത്തൊരു പേരുമായിട്ടാണ് വന്നത്, ക്യാപ്റ്റൻ മാൻഡിജി കേട്ടോ വെച്ചവൻ. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടാവും. പിന്നെ ഗൈസ് ഓൾറെഡി നമ്മൾ മൈക്ക് മാറ്റിയത് വേറെ ഒന്നുമില്ല ഗൈസ്, കാരണം മൈക്ക് ഉപയോഗിച്ചപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എടുക്കുന്ന വീഡിയോൻ്റെ മൈക്ക് ക്വാളിറ്റി കിട്ടുന്നില്ല ഗൈസ്. അപ്പോൾ എന്താണെന്നറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഓൺ വോയിസിൽ തന്നെ സെറ്റാക്കി. കാരണം ഓൾറെഡി നമ്മുടെ വയർ മൈക്ക് യൂസ് ചെയ്യുമ്പോൾ സംഭവം അത് കിട്ടുന്നില്ല കറക്റ്റായിട്ടാ. സിഡോർഫ് ഗൈസ് ഈ ഒരു കാർഡൊക്കെ അടിപൊളിയാട്ടോ. ഈ പാട്രിക് വിയേര സിഡോർഫ് കോമ്പൊക്കെ അടിപൊളിയാണ്. ഇത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് ട്രൈ ചെയ്യണം. അവിടെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ വാൻഡിജിക്കിനെ ഇവനെ വെട്ടിച്ചിട്ടുണ്ട്. ഓക്കെ അടിച്ചു ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മൾ ഫസ്റ്റ് ഗോൾ അങ്ങനെ ഇട്ടിട്ടുണ്ട്, ഒരു ഇത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും കവാനി ടു സിഡോർഫ്. വീണ്ടും നമുക്ക് നോക്കി വെക്കാം. വാൻഡി ടു സിൽവസ്റ്ററിൻ്റെ ഒരു ഷോട്ട്. ഓക്കെ എടാ ഗ്രീസ്മാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ ബെലിംഗം ടു നമ്മുടെ സുവാരസ് എണ്ണ അടിയടാ. വാൻഡിജിക്ക് ഇപ്പോൾ പണിയാണല്ലോ ഗൈസ്. അപ്പം എടാ ഫോർലാന് ഗൈസ് ഈ ഒരു ഫോർലാൻ അപ്ഡേറ്റിന് ശേഷം അത്യാവശ്യം നല്ല രീതിക്ക് കയറുന്നുണ്ട് കേട്ടോ. ഒരു കറക്റ്റ് ഷോട്ട് കേട്ടോ, നല്ല ഷോട്ട് ഗൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ ബ്ലിറ്റ്സും കൂടെ ആയിരുന്നു വല്ല ഗോളും. ഓക്കെ ബ്ലോക്ക് ചെയ്ത് വെല്ലിംഗം ഗൈസ്. ഓൾറെഡി ബോളൊക്കെ ഇപ്പോൾ പറന്ന് കളിക്കുക, അതാണ് ഒന്നാമത്തെ പ്രശ്നം കേട്ടോ. ടോണി ആഡംസ് മെസ്സി ഗൈസ്. ഈ ഒരു മെസ്സി കാർഡ് അടിപൊളിയാട്ടോ. നിങ്ങൾ ആ അംബാസഡർ കാർഡ് ആരെങ്കിലും എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അതിലും നല്ല കാർഡെന്ന് തോന്നി. ഇപ്പോൾ വന്ന ആ ഒരു ബിഗ് ടൈം കാർഡില്ല, അത് വെച്ചിട്ട് കുറേ പേര് ഇപ്പോൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇറക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കുക, കാരണം ഓൾറെഡി ഇവിടെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ സിൽവസ്റ്ററുടെ ബ്ലോക്കറാണല്ലോടോ ചെന്ന് ഇവിടുന്ന് അനങ്ങുന്നില്ല. ഓക്കെ ഇവിടെ പണിയാവില്ലേ. മാനുവർ ഇടയ്ക്കിടയ്ക്ക് കയറി വന്നിട്ട് ഇല്ല, അത്യാവശ്യം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വെക്കംബർ ടു നമ്മുടെ റോബർട്ടോ കാർലോസ് ടു നമ്മുടെ സ്റ്റോയിച്ച്കോവ്. ഓക്കെ സുവാരസ് അവിടെ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സാബി ഗൈസ് ഈ ഒരു കാർഡ് അടിപൊളിയാട്ടോ. ഈ സാബിയുടെ കാർഡ് അടിപൊളിയാണ്. ഓക്കെ ബെലിംഗാം കയറി ഒരു സ്റ്റാൻഡിങ്. ബെലിംഗം അടിച്ചോ എടാ, അതെന്താ പരിപാടി അത് കോട്ടോയ്സിന്റെ കൈ തട്ടിയോ മച്ചവരുടെ? ഇത് കൊനാമയുടെ തന്ത്രമാണോ അറിയില്ല കൈ. സൈഡിൽ കൂടെ അടിച്ചു പോയെന്ന് തോന്നുന്നു. പക്ഷേ ഞാൻ വിചാരിച്ച ആ ഗോള് കയറുമായിരിക്കും. ഓക്കെ ബെക്കംബർ സ്റ്റക്കായല്ലോ. ഫോർലാൻ അവിടെ പിടിക്കടാ. ഓക്കെ കാർലോസ്. പിന്നെ ഗൈസ് യമാന് 102 നമ്മുടെ ഈ വന്നിരിക്കുന്ന അംബാസഡർ പാക്കൊക്കെ അത്ര കയറുന്നുള്ളൂ. അപ്പോൾ നിങ്ങളാരും എടുത്തവരുടെ കമൻറ്റ് ചെയ്യും, കാരണം നമ്മൾ ഇന്നലെ മിനിഞ്ഞാന്ന് നമ്മൾ റിയൽ സഞ്ജു ലൈവ് വന്നപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാൾ പറഞ്ഞാണ് കാർഡ് അത്ര പോരാന്നൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളാരും എടുത്തവരുടെ കമൻറ്റ് ചെയ്യും. ഞാൻ എന്തായാലും ഈ ഒരു കാർഡ് എടുക്കുന്നില്ല, അംബാസഡർ കാർഡ് എടുക്കുന്നില്ല. ഞാൻ അതിന് പകരമായിട്ട് 6 വരുമ്പോൾ എടുക്കാമെന്ന് വെച്ചാൽ ഇരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു കോയിൻ സെറ്റാക്കണം. അപ്പോൾ നിങ്ങളതിൽ എത്ര കോയിനാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ അടുത്ത് എടാ നല്ലൊരു പാസ് ഫോർലൈൻ അടിച്ച് എൻ്റെ പൊന്നു കൈസ് 1 ടച്ച് പാസ്സാടാ. എൻ്റെ ഒരു അടിപൊളി ഒരു പാസ് കേട്ടോ കൈസ്. അപ്പം എടാ തിരിച്ചടിക്കണം. ഓവൻ ടു റോബർട്ടോ കാർലോസ് കൈസ്. ഓൾറെഡി എന്താ വെച്ചാൽ നമ്മൾ ഇനി ഡെയിലി ഇത് ഡിവിഷൻ മാച്ച് കളിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഡിവിഷൻ മാച്ച് കളിച്ച് കയറുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഇസ്കോയും കൂടെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ എന്തായാലും ഡിവിഷൻ മാച്ച് കംപ്ലീറ്റ് ചെയ്യും, കണ്ടിന്യൂ ചെയ്യും. ഓക്കെ ഫോർലാൻ കഫ് എടുക്ക്. ഇത് ഓൾറെഡി ഇപ്പോൾ പാസ്സൊക്കെ സ്മൂത്തായി സംഭവം. പക്ഷേ ഈ മാച്ച് പാസ്സാണെങ്കിൽ ബട്ടൺ റെഡിയാക്കണ്ടേ മച്ചമ്മയുടെ. ഇത് ഓൾറെഡി ഈ ഒരു സിസ്റ്റം ഇങ്ങനെയാണോ അല്ലെങ്കിൽ ഇതൊരു ബഗ്ഗായിട്ട് അവർ മാറ്റിത്തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇത് അബദ്ധമാവല്ലേ. ഓക്കെ ഫോർലാൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നല്ലൊരു ചാൻസ്. ഓക്കെ മെസ്സി ഇതൊരു ബ്ലിറ്റ്സ് പോട്ടെ. അടി. ഈ സിൽവസ്റ്റർ ആണെങ്കിൽ അവിടെ ഇവിടെ നല്ലൊരു ചാൻസ് ആയിരുന്നു. അപ്പോൾ കോർണർ അടിക്കാൻ കഴിച്ചു നമ്മൾക്ക്. റോബർട്ടോ കാർലോസിനെ കൊണ്ട് അടിച്ചോ എടാ. ഓക്കെ പണി പാടിപ്പോൾ ഗൈസ്. അപ്പോൾ ഓഫ് സൈഡ് വിളിച്ചിട്ടുണ്ട് മച്ചവരുടെ. ഓൾറെഡി നിങ്ങൾക്ക് ഇപ്പോഴും മറ്റേ ലോഡി വേസിൻ്റെ പ്രശ്നമുള്ളവർ കമൻറ്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ മിക്കവാറും ഈ മാച്ച് ഇപ്പോൾ തീരുമോ. നമ്മൾ ഒരു ഗോളും കൂടെ അടിക്കാനുണ്ട്. അവന്മാർ ഒരു ഗോൾ കറക്റ്റ് അടിച്ചും വിട്ടു വാൻഡിജിക്ക്. ഇനി അവന്മാർ സമയം കളയാനേ നോക്കുള്ളൂ.
ഓട്ടോയ്സ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ ഒരു മിസ്റ്റേക്ക് കാരണം അവന്മാരൊരു ഗോൾ കിട്ടും, നമുക്ക് 2 ചാൻസ് പോവുകയും ചെയ്തു ഗൈസ്. നോക്ക് 4 ഷോട്ടാണ് നമ്മൾ അടിച്ചത്, ഷോട്ട് ഓൺ ടാർഗറ്റ് 3 ഗൈസ്. അപ്പോൾ എന്തായാലും ഒരു അടിപൊളി മാച്ചായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രീസ്മനും സുവാരസും ആണ്, പിന്നെ മാനുലിയർ ഉണ്ട്, ലാസ്റ്റ് സ്നൈഡറാണ്. അവരെ നോക്കുകയാണെങ്കിൽ ഹാളൻഡ്, വാൻഡിജിക്ക്, സിൽവസ്റ്റർ ഉണ്ട് ഗൈസ്. 6.0 അത്രത്തോളം റേറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഗൈസ് എന്തായാലും ഒരു നല്ല മാച്ചായിരുന്നു. എനിക്ക് തോന്നുന്നൊരു 6-7 എന്തായാലും കിട്ടിയ ബോളുകളെല്ലാം പയ്യൻസ് ഡിഫൻസ് ചെയ്ത് എടുത്തിട്ടുണ്ട് സിൽവസ്റ്റർ. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എടുത്തതിനുണ്ട് ഉറപ്പായിട്ടും എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയതിനുണ്ട് ഉറപ്പായിട്ടും എന്താ പറയുക നിങ്ങൾക്ക് എങ്ങനെയാണ് അത് അടിപൊളിയായോ അല്ലെങ്കിൽ എങ്ങനെയാണ് കാർഡ് എങ്ങനെയാണ് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ റൂട്ട് ബാൻഡ് ഇട്ടപ്പം നമ്മുടെ കുറച്ച് സബ്സ്ക്രൈബേഴ്സൊക്കെ കമൻറ്റ് ചെയ്തായിരുന്നു ബ്രോ ഈ ഒരു കാർഡ് അടിപൊളിയാണ്, അപ്പം എന്തായാലും നല്ല രീതിക്ക് ഫിനിഷിങ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നല്ലൊരു കാർഡ് തന്നെയായിട്ട് കഴിച്ച് ഞാൻ കിട്ടിയ ബോൾ നല്ല രീതിക്ക് തന്നെ ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിച്ച് എന്തായാലും ആ ഒരു വീഡിയോ ആരെയും കാണാത്തതിനുണ്ട് ഉറപ്പായിട്ടും പോയി കാണുക കഴിച്ച്. അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് നമ്മുടെ ഫസ്റ്റ് ചാനൽ ലൈവിലായിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.